വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ മൗലികാവകാശം ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി ഫയൽ ചെയ്തു. മതങ്ങൾക്കെതിരെ കേന്ദ്രം പീക്ക് ആൻഡ് ചോയ്സ് നയം പിന്തുടരുന്നുവെന്ന് ഹർജിയിൽ ബോർഡ് ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, നേരത്തെ തന്നെ സുപ്രീം കോടതി 5 ഹർജികളിലായിരിക്കും വാദം കേൾക്കുക എന്നെല്ലാം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. നേരത്തെയുള്ള ഹർജികളിൽ കക്ഷി ചേർന്നിരുന്നില്ലേ വഖഫ് ബോർഡ്? എന്താണ് ഇപ്പോൾ ഇതിനു ശേഷം ഹർജിയുമായി എത്തുവാനുണ്ടായ സാഹചര്യം? ലക്ഷ്മി, സംസ്ഥാനങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സുപ്രീം കോടതി നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. 5 ഹർജികളിൽ മാത്രമാണ് സുപ്രീം കോടതി ഹർജികളായി പരിഗണിക്കുക. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാ വഖഫ് ബോർഡുകൾക്കും വിശദീകരണം നൽകാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു വിശദീകരണം അല്ലെങ്കിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതാണ് പുതിയ ഭേദഗതി എന്നാണ് സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചത്. മതങ്ങൾക്കെതിരെ കേന്ദ്രം പിക്ക് ആൻഡ് ചോയ്സ് നയം പിന്തുടരുകയാണ്. പ്രത്യേക വിഭാഗത്തിന്റെ സ്വത്തുക്കൾ നിയന്ത്രിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു. നിയമം മതേതര തത്വങ്ങളെ അട്ടിമറിക്കുന്നു എന്നാണ് കേരളം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5 വർഷം തുടർച്ചയായി മുസ്ലിം ആയിരുന്ന ആളുകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ എന്ന വ്യവസ്ഥ വെച്ചിരിക്കുന്നു. അത്തരം ഒരു വ്യവസ്ഥ അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാനുള്ള അവകാശത്തെ ലംഘിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനം ഇതിൽ ഉണ്ട്. അത് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം എന്ന വ്യവസ്ഥ അത് ആർട്ടിക്കിൾ 26 ലംഘനമാണ് എന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകാം എന്ന വ്യവസ്ഥ അത് ഈ വഖഫ് വിഷയങ്ങളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. വഖഫ് സർവേ കമ്മീഷണർമാരുടെ അധികാരം എടുത്തു കളഞ്ഞ് ജില്ലാ കളക്ടർമാരെ ഏൽപ്പിച്ചതിനെതിരെയും ബോർഡ് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർമാർക്ക് കൂടുതൽ അവകാശം കൊടുക്കുന്നതിനെതിരെയും സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഈ വഖഫ് ഭേദഗതി നിയമത്തെ അടിമുടി എതിർത്താണ് സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.